ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പരസ്യങ്ങൾ വിശ്വസിച്ച് പണം കളഞ്ഞവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, ഇതൊന്നും അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. നിങ്ങളെ ചതിക്കുന്ന വ്യാജ പരസ്യങ്ങളിലൂടെ മെറ്റ എന്ന ആഗോള ഭീമൻ സമ്പാദിച്ചത് കോടിക്കണക്കിന് രൂപയാണ്. സ്വന്തം ലാഭത്തിനായി ജനങ്ങളുടെ സുരക്ഷ പണയപ്പെടുത്തിയ സക്കർബർഗറിന്റെ കമ്പനിക്ക് ഇനി ഇന്ത്യയിൽ കളി നടക്കില്ല. മെറ്റയുടെ തട്ടിപ്പ് ബിസിനസിനെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയെല്ലാം ഇവിടെ തീരുമാനിക്കും. റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം വ്യാജ പരസ്യങ്ങളിലൂടെ മെറ്റ നേടിയത് $3 ബില്യൺ വരുമാനം, അതായത് ഏകദേശം 25,000 കോടി ഇന്ത്യൻ രൂപ. ചൈനയിൽ ഫേസ്ബുക്കിനും വാട്സപ്പിനും നിരോധനമുണ്ടെങ്കിലും ചൈനീസ് തട്ടിപ്പുകാർക്ക് ലോകമെമ്പാടും പരസ്യം നൽകാൻ മെറ്റ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മെറ്റയിലെ ആഭ്യന്തര രേഖകൾ പ്രകാരം ചൈനയാണ് ഏറ്റവും വലിയ സ്കാം എക്സ്പോർട്ടിംഗ് നേഷൻ. ലോകമെമ്പാടുമുള്ള വ്യാജ പരസ്യങ്ങളുടെ 25% അവിടെ നിന്നാണ് വരുന്നത്. തട്ടിപ്പ് തടയാൻ കമ്പനി തന്നെ രൂപീകരിച്ച ആന്റി ഫ്രോഡ് ടീമിനെ പിരിച്ചുവിടാൻ സക്കർബർഗ് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ ടീമിനെ മാറ്റിയതോടെ തട്ടിപ്പ് പരസ്യങ്ങളിലൂടെയുള്ള ലാഭം വീണ്ടും കുതിച്ചുയർന്നു. ഇതൊരു ചെറിയ സുരക്ഷാ വീഴ്ചയല്ല. കമ്പനിക്കുള്ളിലെ ഉദ്യോഗസ്ഥർ തന്നെ മാനേജ്മെന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ വഴി ജനങ്ങൾക്ക് വലിയ ദോഷം സംഭവിക്കുന്നുണ്ട്, അത് തടയാൻ നിക്ഷേപം വേണം എന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടപ്പോൾ, അത് തടയാനുള്ള നീക്കങ്ങൾ വേണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ലാഭം കുറയുമെന്ന് ഭയന്ന് മെറ്റ കണ്ണടച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സ്കാം നെറ്റ്വർക്കായി സോഷ്യൽ മീഡിയ മാറുന്നത് കണ്ടിട്ടും അവർ ലാഭത്തിന് പിന്നാലെ പാഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമാകുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ സുരക്ഷയിൽ ഇനിയൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. പുതിയ ഡിജിറ്റൽ നിയമങ്ങൾ പ്രകാരം പ്ലാറ്റ്ഫോമിൽ വരുന്ന വ്യാജ പരസ്യങ്ങളുടെയും സ്കാം ലിങ്കുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനി ഇനി ഏറ്റെടുക്കേണ്ടി വരും. ഡാറ്റ സുരക്ഷയിലും പരസ്യങ്ങളുടെ സത്യസന്ധതയിലും വീഴ്ച വരുത്തിയാൽ ഭീമമായ പിഴയും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും ഒരുപക്ഷെ വിലക്കും നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ, ഉപഭോക്താക്കളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ട് ലാഭം കൊയ്യുന്ന കാലം അവസാനിക്കുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇനി ഇന്ത്യയുടെ നിയമങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി. ഓൺലൈൻ പരസ്യങ്ങൾ കാണുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.